ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ മടി കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഫ്രൈഡ് റൈസ്. ചോറും കറികളും എല്ലാം കൂടി വെക്കുന്നതിനേക്കാൾ ഈസിയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിലേക്ക് ഈസി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. ഒരു വെള്ളിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. 4-5 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 സൈഡും കുക്ക് ചെയ്തതിന് ശേഷം സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങനെ കുറച്ച് തിക്കായിട്ട് കിട്ടുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു ASMR ഫാനാണ് കേട്ടോ. പിന്നെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. പിന്നെ അതിലേക്ക് ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കുക. പിന്നെ അലങ്കുല പണികൾക്കായിട്ട് കുറച്ച് മല്ലിയിലയോ സെസമ സീഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്ര